നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നമ്മൾ മനസ്സിലാക്കിയത് ഫൗണ്ടേഷൻ സ്റ്റോണ് എന്താണ്, കോർണർ സ്റ്റോൺ എന്താണ്, കീ സ്റ്റോൺ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്പോൺസർമാരും പഴമക്കാരും ഒക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരേ അംഗങ്ങൾ ഷെയറിങ്ങിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ കിട്ടിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കൂട്ടിച്ചേർത്താണ് ഞാൻ ഇന്നത്തെ ഷെയറിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ് നമ്മുടെ ഒന്നാമത്തെ പടി. രണ്ടാമത്തെ പടിയാണ് കോർണർ സ്റ്റോൺ. കീ സ്റ്റോൺ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പടി. അപ്പോൾ മൂന്നാമത്തെ പടിയാണ് ആണിക്കല്ല്. അപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയിലേക്കുള്ള ആണിക്കല്ല് എന്ന് പറയുന്നത്, ആർച്ചിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് മൂന്നാമത്തെ പടിയാണ്. അപ്പോൾ ഈ ആർച്ചിലൊക്കെയുള്ള, അല്ലെങ്കിൽ ഈ ആർച്ചിന് വേണ്ടിയിട്ടുള്ള 3 കല്ലുകളാണ്, മെയിൻ കല്ലുകളാണ് ഈ പറയുന്ന അടിക്കല്ലും മൂലക്കല്ലും ആണിക്കല്ലും. നമ്മൾ പലപ്പോഴും ചിത്രങ്ങളിലെല്ലാം ഈ ആർച്ചിനെ പറ്റി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ ആണിക്കല്ല് ഇരിക്കുന്നത്, കീ സ്റ്റോൺ ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, മറ്റ് 2 സൈഡിൽ നിന്ന് വരുന്ന ആർച്ചിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിർത്തുന്നത് ഈ കീ സ്റ്റോൺ ആണ്. അപ്പോൾ ആണിക്കല്ലിന് നിന്നാൽ മാത്രമേ ബാക്കിയുള്ള കല്ലുകൾക്ക് നിൽക്കാൻ പറ്റും. ബാക്കിയുള്ള കല്ലുകളെ നമുക്ക് മറ്റു പടികളായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഈ ആണിക്കല്ല് നിന്നാൽ മാത്രമേ മറ്റേ കല്ലുകൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ. മറ്റേ കല്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആണിക്കല്ലിന് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. എല്ലാ പടികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ പടിയാണ് ബാക്കിയുള്ള എല്ലാ കല്ലുകളെയും ചേർത്ത് പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മൂന്നാമത്തെ പടി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള പടികൾക്ക്, അല്ലെങ്കിൽ മറ്റുള്ള കല്ലുകൾക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ, മറ്റു പടികൾ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മൂന്നാം പടി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മൂന്നാം പടി ചെയ്യാത്ത ഒരാളുകൾക്ക് മറ്റു പടികൾ ചെയ്യാൻ പറ്റില്ല. മറ്റു പടികൾ ചെയ്യാതെ ഈ മൂന്നാം പടിയിൽ ഉറച്ചു നിൽക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോ റിലേഷൻ, അല്ലെങ്കിൽ പരസ്പര പൂരകങ്ങളായ, പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഈ ആർച്ചിലെ ഓരോ പടികളും. അതായത് നമ്മൾ സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കറിയാം, മൂന്നാം പടി എന്ന് പറയുന്നത് ഒരു സറണ്ടർ ചെയ്യാനുള്ള തീരുമാനമാണ്. അതായത് എൻ്റെ ഇച്ഛയും ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഇതിലേക്ക് തിരിച്ചുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമ്മുടെ തീരുമാനം. എൻ്റെ സ്വാർത്ഥപരമായ ആഗ്രഹത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കും ആഗ്രഹത്തിലേക്ക് ഞാൻ എൻ്റെ ആഗ്രഹത്തെ തിരിച്ചുവിടുന്നു. ഒരു അംഗം പെട്ടെന്ന് യിലേക്ക് വരുന്ന ഉടനെ തന്നെ ഈ സറണ്ടറിങ് നടക്കുകയല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അംഗത്തിന് ബാക്കിയുള്ള പടികൾ കൂടി ചെയ്യുമ്പോൾ മാത്രമേ മൂന്നാം പടിയിൽ കൂടുതൽ ഉറപ്പ്, ഒരു തീരുമാനമൊക്കെ എടുക്കും. പക്ഷെ അതിനകത്ത് കൂടുതൽ ഉറക്കണമെങ്കിൽ മറ്റു പടികൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അതായത് 4-ാം പടിയിൽ നമ്മൾ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും, അതായത് ഭയം, നമ്മുടെ നീരസം, ദ്രോഹം, ഇതൊക്കെ എല്ലാം എഴുതി കണ്ടുപിടിച്ചതിന് ശേഷം 5-ാം പടിയിൽ നമ്മളൊരു സ്പോൺസറോട് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പടികളെല്ലാം ചെയ്തു കഴിയുമ്പോഴാണ് നമുക്കൊരു ആത്മ വെളിച്ചം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലൈറ്റ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ 3-ാം പടിയിൽ ഉറയ്ക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ ഇത്ര നേരം സംസാരിച്ചതിലും, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 മീറ്റിങ്ങുകളിലൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഒരു ഹയർ പവർ, അല്ലെങ്കിൽ ദൈവത്തിനെ കണ്ടുമുട്ടണം. ദൈവം എവിടെയാണ്? ദൈവം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തെറ്റുകളും കുറ്റങ്ങളും മറ്റൊരാളോടും ദൈവത്തോടും ഏറ്റുപറയുന്നതും നമ്മുടെ തെറ്റുകൾ 4-ാം പടിയിൽ കണ്ടുപിടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഈ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ അടുത്തേക്ക് കൂടുതൽ തെളിമയോടെ കാണാനും നമുക്കൊരു ആത്മീയ വെളിച്ചം കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു ബാരിയർ ഉണ്ട്, ഒരു തടസ്സമുണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് എത്താൻ. കാരണം നമ്മുടെ ഈ മഴയത്ത് മരം വെട്ടി വീണേക്കണ പോലെ റോഡ് ക്രോസ് ചെയ്ത് ആ മരമൊക്കെ എടുത്ത് മാറ്റിയാലാണ് നമുക്ക് ആ റോഡിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് പോലെ തന്നെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും വൈകല്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവത്തിന്റെ ആ ഒരു രൂപം തെളിഞ്ഞ് കാണാൻ സാധിക്കാത്തത്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ബാക്കിയുള്ള പടികൾ. അങ്ങനെ വരുന്ന ഒരാൾക്ക് മാത്രമേ ഈ സറണ്ടർ എന്നുള്ള ഒരു കാര്യം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 3-ാം പടിയിൽ കാണുന്ന തീരുമാനിച്ചു എന്ന വാക്കിനർത്ഥം നമ്മൾ തീരുമാനിച്ചു എന്ന് മാത്രമാണ്. നമ്മൾ ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് മറ്റുള്ള പടികൾ ചെയ്തു കഴിയുമ്പോഴാണ് ആ തീരുമാനിക്കലിൽ ഒരു ഉറപ്പുണ്ടാകുന്നത്. അതായത് കൂടുതൽ കരുത്തുറ്റൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് മറ്റു പടികൾ പൂർത്തിയാക്കുമ്പോഴാണ്. അപ്പോൾ 3-ാം പടിയാണ് കീ സ്റ്റോൺ. ആ കീ സ്റ്റോൺ, അല്ലെങ്കിൽ ആണിക്കല്ല് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മറ്റ് പടികൾ ചെയ്യാനും നമുക്ക് സാധിക്കുകയില്ല. 3-ാം പടിയിലുള്ള തീരുമാനത്തിന് ശേഷമാണ് മറ്റു പടികളിലേക്ക്
നമുക്ക് കടക്കാൻ സാധിക്കുന്നത്. ഒന്നും രണ്ടും പടികൾ ഒരു ബോധ്യപ്പെടലാണ്. ഞാൻ മദ്യത്തിന് വേണ്ടി ശക്തിഹീനനാണെന്നും ഒരു ഉന്നത ശക്തിയുടെ ആവശ്യം എനിക്കുണ്ടെന്നുമുള്ള ഒരു ബോധ്യപ്പെടൽ. മൂന്നാം പടി മനസ്സുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. 4 മുതൽ 9 വരെയുള്ള പടികൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. 10ാം പടി എന്ന് പറഞ്ഞാൽ 4 മുതൽ 9 വരെയുള്ള പടികളെ ദൈനംദിനം തുടർന്നും പോകെയുള്ള ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ നിരന്തരമായിട്ട് ചെയ്യേണ്ടതാണ് 10ാം പടി. അപ്പോൾ 4 മുതൽ 9 വരെയുള്ള പടികളാണ് നമ്മൾ 10ാം പടിയിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. 11ഉം 12ഉം പടികൾ നമ്മുടെ വളർച്ചയിലേക്ക് നമ്മളെ സഹായിക്കുന്നതാണ്. 11ാം പടിയിൽ എത്തുന്ന ഒരു ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗം കുറച്ചുകൂടി ദൈവത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ബോധ്യങ്ങൾ വരികയും 3ാം പടി കൂടുതൽ ഉചിതമായിട്ടുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അയാളെ സഹായിക്കുകയും ചെയ്യും. 11ാം പടിയിൽ എത്തുമ്പോഴാണ് 3ാം പടി കുറെ കൂടി ഉറപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 3ാം പടിയിൽ തീരുമാനിച്ച ഒരു കാര്യം നടപ്പിലാകുന്നത് 11ാം പടിയിൽ എത്തുമ്പോഴാണ്. അപ്പോൾ എല്ലാ പടികളും വേണം. അതോടൊപ്പം തന്നെ ഉള്ള ഒരു പ്രധാന പടി തന്നെയാണ് 3ാം പടി. ഇപ്പോൾ കവാടം നിർമ്മിക്കുന്നതിനായിട്ട് ആദ്യത്തെ 103 പേജുകളിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾ വിവരിക്കുന്നത്. 1ാം പടി വിശദീകരിക്കുന്നതിനായിട്ട് 1 മുതൽ 43 പേജുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഡോക്ടറുടെ അഭിപ്രായം 8 പേജാണ്. അപ്പോൾ അത് 1ാം പടിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ 43 8 51 പേജുകളിലായിട്ടാണ് 1ാം പടി വിശദീകരിച്ചിരിക്കുന്നത്. പടി 2നും 3നുമായിട്ട് 19 പേജുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് 43 മുതൽ 62 വരെയുള്ള പേജുകൾ നീക്കിവെച്ചിരിക്കും. 43 മുതൽ 82 വരെയുള്ള പേജുകളിലായിട്ട് സ്റ്റെപ്പ് 4, 5, 6, 7, 8, 9 പടികൾക്കായി 20 പേജുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് പേജ് നമ്പർ 43 മുതൽ 82 വരെ. 10, 11, 12 പടികൾക്കായി 20 പേജുകൾ മാറ്റിവെച്ചിരിക്കുന്നു. അതായത് പേജ് നമ്പർ 83 മുതൽ 103 വരെയുള്ള പേജുകൾ മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലായി 1ാം പടിക്കാണ് ഏറ്റവും കൂടുതൽ പേജുകൾ ബിഗ് ബുക്കിൽ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ 1ാം പടിയിലുള്ള സമ്മതം, 2ാം പടിയിലുള്ള വിശ്വാസം, 3ാം പടിയിലുള്ള തീരുമാനവുമാണ് ഈ ആർച്ചിന് വേണ്ടിയിട്ട് വേണ്ടത്. 1ാം പടിയിൽ പരാജയം സമ്മതിക്കുന്ന ഞാൻ 1ഉം 2ഉം പടികൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഉറപ്പിച്ചു. അതിനുശേഷം അക്സെപ്റ്റൻസ് ആൻഡ് ലെറ്റ് ഗോ എന്ന് പറയുന്ന 2 തത്വങ്ങൾ 1ഉം 2ഉം 3ഉം പടികളിലൂടെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1ഉം 2ഉം പടികൾ ബോധ്യപ്പെടുന്ന ഒരു അംഗത്തിന് മാത്രമേ 3ാം പടിയിൽ സ്വന്തം ഇച്ഛയും ആഗ്രഹവും ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. 4, 5, 6, 7, 8, 9 പടികളെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി ആവശ്യമായിട്ടുള്ള പടികൾ എന്നാണ് പറയുക. 10ാം പടി 4 മുതൽ 9 വരെയുള്ള പടികളുടെ ആവർത്തനങ്ങളാണ്. എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 11ഉം 12ഉം പടികൾ ആദ്യം പറഞ്ഞ പോലെ വളർച്ചയുടെ അല്ലെങ്കിൽ ഓരോ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളുടെ പുരോഗതിയുടെ പടികളാണ്. ഇപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് മരണം വരെയുള്ള ഒരു ജീവിത രീതിയാണ്. ഇപ്പോൾ നമ്മൾ 3ാം പടിയിൽ എത്തുമ്പോൾ പറയുന്നുണ്ട് ദൈവം കളിക്കുന്നത് നിർത്തുക എന്ന്. അപ്പോൾ ആ പറയുന്ന ഭാഗത്തെ ഒന്ന് വിശദീകരിച്ച് നോക്കാം. എങ്ങനെയാണ് ദൈവം കളിക്കുന്നത് നിർത്തുക അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് എന്ന കാര്യങ്ങൾ ഒന്ന് നോക്കാം. ആരെങ്കിലും നമ്മളോട് ഉപദേശം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അത് നൽകരുതെന്ന് പറയുന്നു. മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ ശ്രദ്ധിക്കുകയും അവരുടെ സ്വപ്നങ്ങളെ സബലീകരിക്കത്തക്ക രീതിയിൽ പെരുമാറാനും ശ്രമിക്കണം. സ്വന്തം ശക്തി കണ്ടെത്താനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. ആരെയും വിധിക്കാതിരിക്കുക. നമ്മൾക്ക് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും ഉത്തരം അറിയില്ല എന്നും അറിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചറിവെന്നും എനിക്ക് ബോധ്യപ്പെടണം. ഒരു സ്പോൺസറിൽ ആത്മവിശ്വാസം അർപ്പിച്ച് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കണം. അപ്പോൾ ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാകണം. തെറ്റിന് പകരം ശരി അല്ലെങ്കിൽ ശരി മാത്രം ചെയ്യാൻ ഞാൻ തയ്യാറാകണം. ഓരോ വ്യക്തിയിലും ദൈവികതയുണ്ട്. അപ്പോൾ ആ ദൈവികതയെ നമ്മൾ തിരിച്ചറിയണം, നമ്മളത് ബഹുമാനിക്കണം. 1ാം പടിയിൽ മദ്യത്തിന് അടിമപ്പെട്ടു എന്ന് ഞാൻ സമ്മതിച്ചു. 2ാം പടിയിൽ ഈശ്വര സഹായം കൂടിയ തീരുവെന്ന് തിരിച്ചറിഞ്ഞു. 3ാം പടിയിൽ തീരുമാനങ്ങൾ ദൈവത്തിലേക്ക് തിരിച്ചുവിട്ടു. 4ാം പടിയിൽ എന്നെ തന്നെ സത്യസന്ധനായി നോക്കിക്കണ്ടു. 5ാം പടിയിൽ മറ്റൊരാളുടെ സഹായവും ആവശ്യമാണ്, ദൈവത്തിന്റെ സഹായം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടു. 6ാം പടിയിൽ ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ എത്തിച്ചേർന്നു. 7ാം പടിയിൽ ദൈവത്തോട് വന്നുപോയ കുറവുകളെ ഏറ്റുപറഞ്ഞു. 8ാം പടിയിൽ ഉപദ്രവിച്ചിട്ടുള്ളവരെല്ലാം രമ്യതപ്പെടാനുള്ള മനസ്സുണ്ടായി. 9ാം പടിയിൽ കുറ്റസമ്മതം വിവേകപൂർവമായിരിക്കണമെന്ന് പഠിച്ചു. 10ാം പടിയിൽ നന്മയും തിന്മയും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. 11ാം പടിയിൽ ദൈവവുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു. 12ാം പടിയിൽ ഈ സദ്വാർത്ത മറ്റ് മദ്യപാനികൾക്ക് എത്തിക്കുവാൻ തീരുമാനിച്ചു. ഇതാണ് ഈ പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു മാർഗമായിട്ട്, ഒരു ഷോർട്ട് ഫോമായിട്ട് പറയാവുന്നത്. നമ്മൾ ബുക്കിൽ വായിക്കുന്നുണ്ട്. അധ്യായം 5 നമ്മുടെ പാത തികച്ചും പിന്തുടരുന്നവർ
പരാജയപ്പെടുക വിരളമാണ്. അപ്പോൾ നമ്മുടെ പാത എന്ന് പറയുന്നത് ബിഗ് ബുക്കിൽ പറയുന്ന പാത, അല്ലെങ്കിൽ ബിഗ് ബുക്ക് വിവരിക്കുന്ന പാതയാണ്. അതാണ് ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ പാതയെ പറ്റിയാണ് അവിടെ പറയുക. അപ്പോൾ 1, 2, 3 പടികൾ ചെയ്തതിന് ശേഷം 4, 5, 6, 7, 8, 9 പടികൾ ഒറ്റ തവണ എന്ന രീതിയിൽ ചെയ്തതിന് ശേഷം 10ാം പടിയിലെത്തുമ്പോൾ ദൈനംദിനം തെറ്റുകൾ സംഭവിക്കുമ്പോഴെല്ലാം പ്രോംപ്റ്റ്ലി അഡ്മിറ്റഡ്, ഉടൻ സമ്മതിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തുടരുകയാണ്, ഈ പാതയിലുള്ള സഞ്ചാരം തുടരുകയാണ് ചെയ്യുക. ഇപ്പോൾ പലപ്പോഴും പടികൾ എന്ന് ഉദ്ദേശിക്കുന്നതിന് നമുക്കൊരു ഏണിയോട് ഉപയോഗിക്കാം. ഏണി ഇങ്ങനെ കുത്തനെ വെച്ചിരിക്കുന്നതാണെന്ന് ഉപമിച്ചാൽ, നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഇത് ഈ കുത്തനെ നിൽക്കുന്ന ലാഡർ പോലെയുള്ള പടികളാണ്. അപ്പോൾ 4ാം പടി ചെയ്തു, 5ാം പടി ചെയ്തു, 6ാം പടി ചെയ്തു, 7ാം പടി ചെയ്ത്, 8ാം പടി ചെയ്ത്, 9ാം പടി ചെയ്ത് നമ്മൾ 10ാം പടിയിലേക്ക് ചെന്നെടുക്കുമ്പോൾ പിന്നീട് നമ്മളിത് നിലത്ത് പാരലൽ ലെവലിൽ അല്ലെങ്കിൽ സമതലത്തിൽ ഈ പടികൾ വയ്ക്കുകയാണ് എന്ന് പഴമക്കാരിൽ ഒരാൾ പറഞ്ഞത് ഓർക്കുന്നു. ഇപ്പോൾ ഒരു 1 മുതൽ 1ാം പടി നമ്മൾ 100% ചെയ്യുന്നു. അപ്പോൾ 2 മുതൽ ബാക്കിയുള്ള 12 പടികൾ ഇങ്ങനെ നിലത്ത് നിരത്തിയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസം ടുഡേ എന്ന് പറയുന്ന ദിവസത്തിൽ നിൽക്കുന്നത് 10ാം പടിയിലാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് 4ാം പടിയിലേക്ക് ചാടേണ്ടി വരും, ചിലപ്പോൾ 5ാം പടി പോകും, ചിലപ്പോൾ 12ാം പടി പോകും, ചിലപ്പോൾ 11ാം പടി പോകും. അങ്ങനെ മാറി മാറി പടികൾ നമ്മൾ ഈ സമതലത്തിൽ ചാടി നടക്കും എന്നാണ് ഒരു പഴമക്കാരൻ പറഞ്ഞു തന്നത്. അപ്പോൾ പാരലലായിട്ട് പടികൾ ചെയ്യുക എന്ന് പറയുന്നത് ഒറ്റത്തവണ പടികൾ ചെയ്തതിന് ശേഷം വീണ്ടും ജീവിതത്തിൽ കടന്നു വരുന്ന ഓർമ്മിക്കപ്പെടുന്ന 4ാം പടിയിലൊക്കെ ഓർമ്മിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സമതലത്തിൽ ഈ പടികൾ ചെയ്യുന്നതിനെയാണ് പിന്നീടുള്ള ജീവിതത്തിൽ സമതലത്തിലാണ് ഈ പടികൾ ചെയ്യുന്നതെന്നാണ് സാധാരണ പറയുക. അപ്പോൾ ഒരു സ്പോൺസറുടെ സഹായത്തിന് ശേഷം, അയാളുടെ സഹായം കൊണ്ട് നമ്മൾ 12 പടികൾ ചെയ്തതിന് ശേഷം ഈ പടികളെല്ലാം നിരത്തിയിട്ടതിന് ശേഷം നമ്മൾ 10ാം പടി ഇന്ന് എന്ന് പറയുന്ന ദിവസം 10ാം പടിയിൽ നിന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ്, ദൈനംദിനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ സ്വാതന്ത്ര്യത്തിലെ പാതയിലേക്കുള്ള കാലടികൾ. അപ്പോൾ 1ാം പടി എന്ന് പറയുന്നത് മാത്രമേ 100% ചെയ്യാവുന്ന പടിയുള്ളൂ. ബാക്കിയുള്ള പടികളെല്ലാം ജീവിതത്തിൻ്റെ 24 മണിക്കൂർ ജീവിതത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും കടന്നു വരാം. അതാണ് ബുക്ക് പറയുന്നത്. അതനുസരിക്കുകയാണ് ഒരു AI അംഗം ചെയ്യേണ്ടത്. അതാണ് ബിഗ് ബുക്ക് പറയുന്നത്. ഞങ്ങളുടെ പാത പിന്തുടരുന്നവർ പരാജയപ്പെടുക വിരളമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്തിനാണ് വീണ്ടും പടി ചെയ്യുന്നത്? അതിനുത്തരം നമ്മൾ എന്തുകൊണ്ടാണ് വീണ്ടും കുടിച്ചത് എന്നുള്ളതാണ്. കാരണം കുടിയുടെ കാലഘട്ടത്തിലും നമ്മൾ ഒരു ദിവസം പോലെ ആയിരുന്നില്ല മറ്റൊരു ദിവസം. ഇന്ന് കുടിച്ച പോലെയല്ല പിറ്റേ ദിവസം കുടിച്ചത്. ഓരോ കുടി ദിവസങ്ങളിലും മാറി രീതിയിലാണ് നമ്മുടെ ദിവസങ്ങളെല്ലാം പ്രത്യേകതയുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം ഒരു ദിവസമുള്ള പ്രശ്നമല്ല പിറ്റേ ദിവസം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഈ പ്രോഗ്രാമിലൂടെ ഇഴുകിച്ചേർന്ന് എല്ലാ ദിവസവും ഈ പടികൾ പരിശീലിക്കേണ്ടതുണ്ട്. മോചനം എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്നുള്ള ഒരു താൽക്കാലിക ശമനം, ഡെയിലി റിപ്രൈവ് അല്ലെങ്കിൽ ഒരു ആത്മീയ സുസ്ഥിതി, ദിവസം തോറുന്നുള്ള ഒരു ആത്മീയ സുസ്ഥിതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡേ ബൈ ഡേ ഉണ്ടാകുന്ന, ദിവസങ്ങൾ തോറും ഉണ്ടാകുന്ന ഒരു ആത്മീയ അവസ്ഥയാണ് കുടിയിൽ നിന്നുള്ള മോചനത്തിന് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ മദ്യത്തിൽ നിന്നുള്ള മോചനം തീർച്ചയായും ഈ ഒരു ആത്മീയ അവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പടികളാണ് ഈ ആത്മീയ അവസ്ഥയെ തുടർന്നു കൊണ്ടുപോകാനും ലോങ് ടൈം സോബറിറ്റിക്ക് നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ സുബോധം നിലനിർത്തുവാനും കാത്തു സൂക്ഷിക്കാനും സഹായിക്കുന്നതും ഈ പടികളാണ്. ഇപ്പോൾ 4ാം പടിയിൽ എൻ്റെ ധാർമ്മിക നിലവാരം പരിശോധിക്കുന്ന ഞാൻ, അല്ലെങ്കിൽ ഷിബു എന്ന ഞാൻ, 5ാം പടിയിൽ മറ്റൊരാളോട് ഇത് ഏറ്റുപറയുകയും 6ാം പടിയിൽ ദൈവം ഈ സ്വഭാവദൂഷ്യം മാറ്റിത്തരുന്നതിന് പൂർണ്ണമായും തയ്യാറാവുന്നു. 7ാം പടിയിൽ ദൈവത്തോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. 8ാം പടിയിൽ പട്ടിക തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ പരിഹാരം ചെയ്യാനായിട്ടുള്ള മനോഭാവം സൃഷ്ടിച്ചെടുക്കുന്നു. 9ാം പടിയിൽ മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാകുന്ന സാഹചര്യം ഒഴിച്ച് കഴിയും വിധം പരിഹാരം ചെയ്യുന്നു. 10ാം പടിയിൽ നമ്മൾ വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോൾ ഉടനെ സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ 4 മുതൽ 9 വരെ ഉള്ള പടികളിലൂടെ ഭൂതകാലത്തിൻ്റെ തെറ്റുകൾ എല്ലാം ഏറ്റുപറയുകയും പരിഹാരം കാണുകയും ഒക്കെ ചെയ്തതിന് ശേഷം വർത്തമാന കാലഘട്ടത്തിൽ 10ാം പടിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ 10ാം പടിയിൽ എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ ചെയ്താൽ ഉടൻ സമ്മതിക്കുകയാണ്. അത് നമ്മൾ പെൻഡിങ്ങിന് വയ്ക്കുന്നില്ല. ഉടൻ പ്രോംപ്റ്റ്ലി അഡ്മിറ്റഡ് ഇറ്റ് എന്നാണ്, ഉടനെ സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്.